സനൂപ് ഫസ്റ്റ് ഓണർ XX4 എടുത്തോണ്ട് വന്നിട്ടേ ഉള്ളു. സർവീസ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ZXi ആണ്, ഹൈ ക്വാളിറ്റി വണ്ടി. ഒന്ന് നോക്കിയേ, ഒരു പ്രീമിയം വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് ചെറിയൊരു വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ നല്ല മൈലേജും ഉണ്ട്. എൻ്റെ മുമ്പ് കടന്നൊരു സ്കോർപിയോ എംഹോക്ക് VLX കമ്പനി സർവീസാണ് വണ്ടി. 4 പുത്തൻ ടയർ, 10,000-9,000 രൂപ വിലയുള്ള ടയറാണ് 4 2008 ഡിസംബർ മാസം, 2.5 വർഷം പേപ്പറുണ്ട്. LXi AC പവർ സ്റ്റിയറിംഗ് അൾട്ടോ. പുതിയ LCD ഇപ്പം വെച്ചിട്ടുണ്ട്. സ്പോയിലർ, അകത്ത് കുറേ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സനൂപ് 2021-22 രജിസ്ട്രേഷൻ VXi സ്വിഫ്റ്റ് ഡിസയർ ആണ്. VXi സ്വിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണർ, 14,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എല്ലാവരുടെയും താല്പര്യപ്രകാരം നമ്മൾ ഈഞ്ചോളയിലാണ് വന്നേക്കുന്നത്. ഈഞ്ചോള എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം എന്ന് പറയുന്ന ഭാഗത്ത്, തട്ടപാലം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചെറിയ വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിന് നമ്മൾ പുതുതായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഇല്ലേ, അപ്പോൾ പിന്നെ അതിലെന്ത് ഇൻട്രോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ നമുക്ക് വണ്ടികൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. ഇക്ക നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടാ കച്ചവടങ്ങളൊക്കെ? കച്ചവടമുണ്ട് സനൂപേ. മുഖത്ത് ആ പ്രഭാവം കാണാനുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ കിടക്കുന്ന എത്ര രൂപ തൊട്ടുള്ള വണ്ടി തരാം? 65 രൂപ തൊട്ടുള്ളതുണ്ട്. 65 രൂപ തൊട്ടുണ്ട്. ഏകദേശം ഒരു 10-35 വണ്ടി ഉണ്ടോ? 35 രൂപ. 35 സാൻഡ്രോ കിടന്നായിരുന്നു പോയി. അല്ല ഞാൻ ചോദിച്ചാൽ 10-35 വണ്ടി കിടപ്പുണ്ടോന്ന്. കാരണം 30 വണ്ടി ഉണ്ടെന്ന് ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളൊക്കെ ആണല്ലോ. എല്ലാം നല്ല വണ്ടികളാണ്. അതല്ല, ക്വാളിറ്റിയുടെ വിഷയം എന്ന് പറയുമ്പോഴേ ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന ഓരോ കക്ഷിക്കാർക്കും പറയാറുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ കൊടുക്കുന്ന ഓരോ കസ്റ്റമർക്കും ഇവിടെ വന്ന വണ്ടി എടുക്കുന്നവർ തന്നെയാണ് ഈ വീഡിയോ കാണുന്നത്. അവരുടെ അടുത്ത് എല്ലായിടത്തും പറയാറുണ്ട്, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ വിളിക്കണം. എഞ്ചിന് ഗിയർ ബോക്സ് ആണ്, ഗ്യാരണ്ടി ആണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വേറെ വന്നാൽ പോലും വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും ഈ കഴിഞ്ഞ വീഡിയോയിലൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ അത്രയും നോക്കിയെടുക്കുന്നുണ്ടായിരിക്കും വിളിക്കാത്തതെന്നാണ്. അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തന്നെയാണ് നോക്കിയെടുക്കുന്നത്. അപ്പോൾ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. പിന്നെ മനുഷ്യസഹജമായ എന്തെങ്കിലുമൊക്കെ പോരാക്കുറവുകളൊക്കെ എടുക്കുന്നതിനൊക്കെ വരാറുണ്ട്. അതൊക്കെ പരിഹരിച്ചു കൊടുക്കും. അല്ലാത്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് പഴയ വണ്ടികൾ, ഇങ്ങനെയൊക്കെ പറ്റൂ എന്നുള്ള കാര്യമേ. അതെ, കുറഞ്ഞ വണ്ടികളെല്ലാം തീരെ വില കുറച്ചാണ് കൊടുക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു 3-4 കടകളിൽ കയറി വില തിരക്കണം. വില തിരക്കിയതിന് ശേഷം എടുക്കരുത്. ഇവിടെ ഒന്ന് കണ്ടതിന് ശേഷം പോയി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വില കുറവാണെന്ന് മനസ്സിലാവും. പിന്നെ എഞ്ചിനും ഗിയർ ബോക്സും ഗ്യാരണ്ടിയാണ് എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. എങ്കിൽ തന്നെയും എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, പരിഹരിക്കും. പരിഹരിക്കാത്ത വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ചാനലിൽ കമൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്ന, എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് മേടിക്കുന്ന സമയത്ത് എല്ലായിടത്തും പറയാറുണ്ട്, നിങ്ങൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കണം. ആരും വിളിക്കുന്നില്ല. അപ്പം കൊണ്ട് വിളിക്കാതിരിക്കട്ടെ. അതെ. ഓക്കെ, അപ്പം നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. പോവാം. സനൂപ്, ഇത് ഇപ്പോഴും റീടെസ്റ്റ് കഴിഞ്ഞ 2011 LXi വാഗണറാണ് കേട്ടോ. ടയറെല്ലാം അത്യാവശ്യം 70% ടയറോ, അലോയിസ്, കൂടിയ LCD, പിന്നെ അടിയിലൊക്കെ സ്റ്റീലിൻ്റെ ബോർഡർ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 4. കിലോമീറ്റർ 125. 5 വർഷം ഫുൾ പേപ്പർ. ഇനി വണ്ടി ചെയ്യാൻ പരിപാടിയൊന്നുമില്ല. മൊത്തം വർക്ക് ചെയ്ത് അൾട്ടർ ചെയ്ത വണ്ടിയാണ് കേട്ടോ. അലൈസ് ഉണ്ട്, LCD ഉണ്ട്, സ്പോയിലറുണ്ട്, മേളിൽ ഈ സാധനമുണ്ട്, അടിയിൽ ചവിട്ടിക്കയറി നടത്താത്ത ഈ സ്റ്റീൽ കമ്പി ഇതുണ്ട്. ഒരുപാട് പൈസ എക്സ്ട്രാ ചിലവാക്കിയ സംഭവമാണ് കേട്ടോ. എത്ര ചോദ്യം? 2.15 വില. 2.15. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും അകവും പുറവും ഒക്കെ ആക്സിഡന്റ് വണ്ടി അല്ല. റീപ്ലേസ് ഒന്നും ഇല്ലെന്നാണ് വിശ്വാസം. അകവും പുറവും ഒക്കെ ക്വാളിറ്റിയാണ്. സ്ക്രാച്ച് പോലും ഇല്ല. 2.15. ഒരുപാട് പേര് ടാക്സി വണ്ടിയൊക്കെ തിരക്കി വന്നിട്ടുള്ളതുകൊണ്ട് 2010 ടാക്സിയാണിത്. VDI വണ്ടി, ഡീസൽ വണ്ടി, 1,50,000 കിലോമീറ്റർ. നല്ല ക്ലീൻ വണ്ടി. ഇൻഷുറൻസ് തീരാറായിരിക്കുകയാണ്. അതിന് മുമ്പേ വിറ്റുപോയില്ലെങ്കിൽ വണ്ടി പ്രൈവറ്റ് ആക്കും. പ്രൈവറ്റ് ആക്കിയാൽ 1.75, പ്രൈവറ്റ് ആക്കിയില്ലെങ്കിൽ 1.60 വില.
ടാക്സി ഓടാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നല്ല വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണറാണെന്ന് തോന്നുന്നു. ഈ കിലോമീറ്റർ ജനുവിൻ തന്നെയല്ലേ? ആയിരിക്കേ ഉള്ളൂ. ഞാൻ മേടിക്കുമ്പോൾ എഴുതി എടുക്കാറുണ്ട്, കൊടുക്കുമ്പോൾ എഴുതി കൊടുക്കാറുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റിയിലിരിക്കുകയല്ലേ. ഇതൊക്കെ അടുത്ത സമയത്തോ മറ്റോ ടാക്സി ആക്കിയതാണ് കേട്ടോ. ഓക്കെ. ഈ കണ്ടീഷനിൽ 1.60 നമുക്ക് കൊടുക്കാം. 1.60 ടാക്സി വണ്ടി ജീവിതമാർഗം നോക്കാം. ഈ ഒരു വണ്ടി മതി സാധാരണക്കാർക്ക് എടുത്ത് ടാക്സിയൊക്കെ ഓടാനേ. ഇൻഷുറൻസ് ഏതാണ്ട് 9-ാം തീയതി വരെ 10-ാം തീയതി വരെയുള്ള. അതിന് മുമ്പേ ആണെങ്കിൽ ഈ വിലയ്ക്ക് കൊടുക്കും. കഴിഞ്ഞ വീഡിയോയിൽ 4 ഐറ്റം ഉണ്ടായിരുന്നു. ഈ ഐറ്റത്തിന് പോവേണ്ടിയിരുന്നതാണ്. AC കംപ്ലൈൻ്റ് ആയിരുന്നു. AC ശരിയാക്കി ക്ലിയർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ വിഷയമുണ്ട്. AC ശരിയാക്കാൻ വേണ്ടി ബമ്പർ ഇളക്കിയപ്പോൾ സംഭവിച്ചാണ്. അത് മാത്രമേ ഒരു വിഷയമായിട്ടുള്ളൂ. ഓണർഷിപ്പ് 6 or 7 അങ്ങനെ ഏതോ ആയി. മേടിച്ച എല്ലാവരും അത് ഈ പണിതിട്ടുണ്ട്. അതാണ് വണ്ടിക്ക് അത്രയും വൃത്തി. എഞ്ചിനും ഗിയർ ബോക്സും ഗ്യാരൻ്റി ആയിരിക്കും. വണ്ടി ഓടിക്കാനും സുഖമുണ്ട്. AC നല്ല കൂളിംഗ് ആയി. 4 door പവർ വിൻഡോ വരുന്ന സ്പോർട്സാണ് വണ്ടി. i10 സ്പോർട്സ്. ആ ബമ്പറിൻ്റെ ഒരു സൈഡിലെത്തി പെയിൻറ്റ് പോയിരിപ്പുണ്ട്. അല്ലാതെ പെയിൻറ്റിനൊന്നും വേറെ കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡൻ്റ് വണ്ടി അല്ല. ആക്സിഡൻ്റ് വണ്ടികൾ ഞാൻ പറയാം ഉള്ളതുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? 1.15. സനുബേ 2021-22 രജിസ്ട്രേഷൻ VXI സ്വിഫ്റ്റ് ഡിസയർ ആണ്. VXI സ്വിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണർ 14,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? ആ. ഇതിൻ്റെ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ അബ്രോണോ ഒന്നും വിഷയം സംഭവിച്ചിട്ടില്ല. ഒരു ലേഡി യൂസ് ചെയ്ത വണ്ടിയാണ്. ഇതിൽ കമ്പനി സർവീസ് ആയതുകൊണ്ട് എല്ലായിടവും ഇവർ കൊണ്ടുപോയി പോർച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ 3-4 പാഴ്സൽ മാറിയിട്ടുണ്ട്. ഡോറ് മാറിയോ? ആ, ഡോറ് മാറി, ഡിക്കി മാറി, ബോണറ്റ് മാറി. അല്ലാതെ യാതൊരുവിധ ഗ്ലാസ്സുകളും ആക്സിഡൻ്റ് ഒന്നും ഇല്ല. ആക്സിഡൻ്റ് അല്ല, എല്ലാം ഉരവാണ്. എല്ലാ ഹിസ്റ്ററിയിലുണ്ട് കേട്ടോ, വ്യക്തമായിട്ട് ഹിസ്റ്ററിയിലുണ്ട്. വെറും 14,000 കിലോമീറ്റർ. 14,000 കിലോമീറ്റർ. കിലോമീറ്റർ ഓക്കെ, വളരെ ലോ കിലോമീറ്റർ ആണ്. പക്ഷേ ഇങ്ങനെ സ്പെയർ മാറി എന്നുള്ളത്. ഇത് മാറിയിട്ടുണ്ടെന്നല്ലാതെ ഒരു യൂസ് ചെയ്യുന്ന ആളിന് വില കുറച്ച് കിട്ടും. 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഉത്തമ വണ്ടി. പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. യാതൊരു വിധ വ്യത്യാസമില്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി. വണ്ടി കാണാൻ കൊള്ളാം, പക്ഷെ കാണാനല്ല എല്ലാത്തിനും കൊള്ളാം. ഈ വണ്ടിക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ റീപ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓട്ടത്തിലോ മറ്റു കാര്യങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിരിക്കും. വണ്ടി റിട്ടേൺ എടുക്കുന്നതായിരിക്കും എന്ത് കുഴപ്പമുണ്ടെങ്കിലും. മുടക്കിയ കാശിന് പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുന്ന കണക്കിരിക്കും. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഗ്യാരണ്ടി ആയിരിക്കും അത്. കിഡ് RX 2016 മോഡൽ, സെക്കൻഡ് ഓണർ, 72,000 കിലോമീറ്റർ. ക്വാളിറ്റി വണ്ടി. ഈ ക്വാളിറ്റി വണ്ടികളെന്ന് പറയുന്നതെല്ലാം പക്ക ക്വാളിറ്റി വണ്ടികളായിരിക്കും. കംപ്ലൈൻറ്റുകൾ ഉള്ളത് എടുത്ത് പറയും കേട്ടോ. ഇത് ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ, 72,000 കിലോമീറ്റർ. RX ആണ്. ടയറുകളെല്ലാം നല്ല ടയർ. ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ് ഇല്ല. എത്ര ചോദ്യം? 2 രൂപ. ഫൈനൽ ലെവൽ 2 രൂപ. 2013 ഒമിനി ഫസ്റ്റ് ഓണർ, 95,000 കിലോമീറ്റർ. ഭയങ്കര ക്വാളിറ്റി ഒന്നുമല്ല. പെയിൻ്റ് അടിച്ച് ക്വാളിറ്റി കുറച്ചാണ്, അല്ല വേറെ വിഷയങ്ങളൊന്നുമില്ല. ഈ അകത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ചെറിയ തുരുമ്പിൻ്റെയൊക്കെ വിഷയങ്ങളുള്ള ഈ ഭാഗവും തുരുമ്പൊന്നുമില്ല. അത് ചെയ്തിരിക്കുന്നതാണ്. പെയിൻ്റ് അടിച്ച വൃത്തിയല്ലാത്തതുകൊണ്ടാണ്. ഫസ്റ്റ് ഓണർ, 1,000 കിലോമീറ്റർ. വാട്ടർ ബീഡിങ്ങിലൊന്നും വേറെ തുരുമ്പൊന്നുമില്ല. പെയിൻറ്റ് വാരിക്കോഴി അടിച്ചിരിക്കുന്നതുള്ളൊരു കംപ്ലൈൻറ്റേ ഉള്ളൂ. വണ്ടി തുരുമ്പോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിക്ക് ബാക്ക് സൈഡൊക്കെ കൊള്ളാം. തുരുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള പെയിൻറ്റ് ചെയ്ത് വൃത്തിയിടാക്കിയെന്നേ ഉള്ളൂ. എത്ര ചോദ്യം? എത്ര? 1.30 കൊടുക്കാം. ഫൈനൽ വില 1.30. 13 ഫസ്റ്റ് ഓണർ. 13 മോഡൽ അല്ലേ? അതെ അതെ. 2009 സാൻഡ്രോ, സെക്കൻഡ് ഓണർ, 115 കിലോമീറ്റർ. ഹൈ ക്വാളിറ്റി വണ്ടി. കണ്ണും അടച്ച് വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ വണ്ടിയിൽപ്പെട്ട വണ്ടി കേട്ടോ. 1.10 വില. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ്. വണ്ടി ഹൈ ക്വാളിറ്റിയാണ് കേട്ടോ. എക്സ്ട്രാ ഗ്യാരണ്ടി ആയിരിക്കും ഇതൊക്കെ വണ്ടികൾ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരിഹരിച്ചു തരുന്നതായിരിക്കും. വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിന് ഗിയറിന് ഗ്യാരണ്ടി ആയിരിക്കും. 1.10 അല്ലേ? നല്ല പുതിയതുപോലെ ഇരിക്കുകയല്ലേ ആ പഴക്കം വെച്ച് നോക്കുമ്പോൾ. പേപ്പർ വർക്ക് നല്ല വണ്ടി. ഇനി 29 വരെ ഉണ്ട്. 29 വരെ. സനുബേ G4 ഇന്നോവ, രജിസ്ട്രേഷൻ വണ്ടിയാണ്. 5ാമത്തെ ഓണർ, 1,85,000 കിലോമീറ്റർ.
ടയറെല്ലാം അത്ര നല്ല ടയറൊന്നുമല്ല, ആവറേജ് ടയറാണ്. അകമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങുഞ്ഞൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ അടിഭാഗത്ത് ഒക്കെ ചെറിയ തുരുമ്പിൻ്റെ അംശങ്ങളുണ്ട്, വളരെ ചെറുത്. അത് എല്ലാ വണ്ടിയിലും കാണുന്നത് പോലെയേ ഉള്ളൂ, ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ. അല്ലല്ല, ഈ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് കിലോമീറ്റർ ജെനുവിൻ പറയാൻ പറ്റുമോ? അത് അറിയില്ല, പറയാൻ പറ്റില്ല. അല്ല, അത് നമുക്ക് മേടിക്കുന്ന സമയത്തുള്ള കിലോമീറ്റർ മേടിച്ച് എഴുതി മേടിക്കാനേ പറ്റും. ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 3,50,000 രൂപ. G4 185 കിലോമീറ്റർ, ഫിഫ്ത്ത് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? റീപെയിൻറ്റാ? റീപ്ലേസ് ആണ്ട് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഗ്ലാസ് പൊട്ടിയിരുന്നു, അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കമ്പനി ഗ്ലാസ് പൊട്ടിയിരുന്നു, നന്ദുവിൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിരുന്ന കമ്പനി ഗ്ലാസ് മാറിയിട്ടുണ്ട്, നന്ദുവിൻ്റെ വീഡിയോയിൽ അത് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്ലാസ് മാറിയിട്ടുണ്ട്. 2013 ഡിസയർ VDI ഡീസൽ വണ്ടി, സെക്കൻഡ് ഓണർ, 1,05,000 കിലോമീറ്റർ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. ഇതെങ്ങനെയാണ് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ? സെക്കൻഡ് ഓണർ, 1,05,000 കിലോമീറ്റർ. പേയ്മെന്റ് 335 രൂപ ഫൈനൽ വില. 35. ടയറൊക്കെ നല്ല ടയർ. 2028 വരെ പേപ്പറുണ്ട്. ഡീസൽ വണ്ടി, സെക്കൻഡ് ഓണർ. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു അപാകതയില്ല. 2005 LXI അൾട്ടോ, 30 വരെ പേപ്പറുണ്ട്. ഒരു ആവറേജ് ക്വാളിറ്റിയേ ഉള്ളൂ, വിലയുടെ ക്വാളിറ്റി കേട്ടോ. AC പവർ സ്റ്റിയറിംഗും ഉള്ള വണ്ടിയാണ്, വിലയുടെ ക്വാളിറ്റിയേ ഉള്ളൂ. 70,000 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 5 വർഷത്തെ 30 വരെ പേപ്പറുണ്ട്. അതുകൊണ്ട് അടിയിലൊക്കെ ചെറിയ തുരുമ്പിച്ച് പോയിട്ടില്ല, അങ്ങനെ ഞണങ്ങിയതോ മറ്റുമാണ് കേട്ടോ. എത്ര ചോദ്യം? 70 രൂപ. ഈ എഞ്ചിൻ റൂമിനകത്തൊക്കെ പെയിൻ്റ് അടിച്ച് കാണാൻ രസമില്ലാതായി കളഞ്ഞു. ഈ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് പെയിൻ്റ് അടിക്കുന്നത്. പെയിൻ്റ് അടിച്ചാൽ ചില ഭാഗത്ത് ആവശ്യമില്ലാതെ അടിച്ചാലും രസം വരത്തില്ല. വാഗണാർ 2010 31 വരെ പേപ്പറുണ്ട്, 11 രജിസ്ട്രേഷൻ. LXI വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. AC ഇപ്പം പുതിയ കംപ്രസർ മേടിച്ച് വെച്ചിട്ടുണ്ട്. കംപ്രസർ ചീത്തയായി, അങ്ങനെ പുതിയ കംപ്രസർ വെച്ചു. 15,000 രൂപ അതിനായി. 2 ലക്ഷം രൂപ വില. നല്ല വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? 5. വണ്ടിക്കാകാൻ കുഴപ്പമില്ല. ഓരോ ഓണർ മാറുന്നതനുസരിച്ച് വണ്ടി വൃത്തിയായിക്കൊണ്ടേയിരിക്കും. പോകുന്നത് കരുതണ്ട. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സ് പറയാൻ? ഒന്നുമില്ല. ആക്സിഡന്റ് വണ്ടിയല്ല ഒന്നും. ഫ്രണ്ട് അടിച്ച വണ്ടിക്ക് ഫ്രണ്ട് അടിച്ചെന്ന് തന്നെ പറയും. 2013 സെയിൽ ഡീസൽ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ക്വാളിറ്റി വണ്ടി. ഫസ്റ്റ് ഓണറുടെ പേരിലായിരുന്നു, സെക്കൻഡ് ഓണറിലേക്ക് പേര് മാറാതെ തരാത്തത് കൊണ്ട് സെക്കൻഡ് ഓണറിലേക്ക് മാറാൻ കൊടുത്തേക്കാണ്. എന്തോ ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. പറയാൻ എന്തെങ്കിലും LS അപാകതകൾ എന്തെങ്കിലും പറയാൻ? ഒരു അപാകതയില്ല, എടുക്കുക ഓടുക. ചോദ്യം എത്ര? വണ്ടിയിലെ ഷോറൂം കണ്ടീഷൻ ഇരിക്കുന്നത് 1,65,000 രൂപയ്ക്ക് കൊടുക്കാം. 165 സെയിൽ. 2008 ഡിസംബർ മാസം, 2.5 വർഷം പേപ്പറുണ്ട്. LXI AC പവർ സ്റ്റിയറിംഗ് അൾട്ടോ, പുതിയ LCD ഇപ്പം വെച്ചിട്ടുണ്ട്. സ്പോയിലർ, അകത്ത് കുറേ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പെയിൻറ്റ് അത്ര മെച്ചമല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റിൽ അങ്ങുഞ്ഞൊക്കെ ചെറിയ പൊള്ളലുകളൊക്കെ ഉണ്ട്. ആ സനിഭാവന്ന് കാണിച്ചു കൊടുക്കണേ. ആ ബോണറ്റിലും ഇവിടെ എങ്ങും വിഷയമില്ലെങ്കിലും പെയിൻറ്റിങ്ങിന് ഫിനിഷിങ് കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ബോണറ്റിൻ്റെ ഭാഗമൊക്കെ അടിച്ചിരിക്കുന്നതൊക്കെ അത് പെയിൻ്റ് അടിച്ച് വൃത്തികേടാക്കുന്നതാണ്. വണ്ടിക്ക് ക്വാളിറ്റി കുറവൊന്നുമില്ല കേട്ടോ. നല്ല പൈസ പിള്ളേരന്മാരെടുത്തുകൊണ്ട് പോയി ചിലവാക്കിയിരിക്കുക. സ്പോയിലർ ഇപ്പം നല്ല കൂടിയ LCD അകത്ത് മേടിച്ച് വെച്ച് അകം മുഴുവൻ ലേറ്റാണ്. ടയർ അത്ര മെച്ചമൊന്നുമല്ല, എന്നാലും ഉണ്ട്. 50% ടയറുണ്ട്. എത്ര ചോദ്യം? 90 രൂപയ്ക്ക് കൊടുക്കാം. 2011-12 രജിസ്ട്രേഷൻ ആണ്. ഫുൾ പെയിൻറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഷോറൂമിൽ കിടക്കുന്ന പുതിയ വണ്ടിയാണെങ്കിൽ പെയിൻറ്റിങ് ആയി. സിംഗിൾ ഓണർ. ടയറെല്ലാം അത്യാവശ്യം മോശമില്ലാത്ത ടയർ. പുതിയ സീറ്റ് കവർ. കറക്റ്റ്.
അതൊക്കെ നല്ല പളവളായിരിക്കുന്നു. എത്ര ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 1.30 കൊടുക്കാം. നല്ല വണ്ടി, ഒരു പോറല് പോലും ഇല്ല. ഇതൊക്കെ നമുക്ക് ലോൺ കിട്ടത്തില്ലയോ? ഇല്ല, 11 ടാക്സ് മാത്രം അടച്ച് റീടെസ്റ്റ് ചെയ്തെടുക്കുക. 2006 ചവേര, 2009 വരെ പേപ്പറുണ്ട്. നല്ല വണ്ടി. നല്ലതെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള നല്ലത്. ഓണർഷിപ്പ് എത്ര? 3. കിലോമീറ്റർ ഒക്കെ 190. 190. ആ, 1.35 വില. ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി. ഇതിൻ്റെ പേപ്പറൊക്കെ ഇനി എത്ര നാളും കൂടി ഉണ്ട്? 29 വരെയുണ്ട്. 29 വരെ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ സീറ്റൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 1.35. പുതിയ ഇൻഷുറൻസും എടുത്ത് 1.35 കൊടുക്കും കേട്ടാ. 1.35. പുതിയ 9 ചില്ലറ ഇൻഷുറൻസ് ആണ്, അതുകൊണ്ട് എടുത്ത് 1.35 കൊടുക്കും. 28 വരെ പേപ്പറുള്ള സാൻഡ്രോ 2007. AC പവർ സ്റ്റിയറിംഗ്. മെക്കാനിക്കലി നല്ല വണ്ടി. പെയിന്റ് ബോണറ്റൊക്കെ പൊള്ളിപ്പോയി, ചെറിയ വിഷയമുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുക്കണേ സനൂപ്. കണ്ട് സീറ്റ് കവറൊക്കെ തിന്ന് അരച്ചിരിക്കുകയാണ്. ഇത് ഓണർഷിപ്പ് എത്രയാ? 5ാമത്തെ. 70 രൂപ അല്ലേ? 70 രൂപ. 70. ഇത് ഞങ്ങൾ പറഞ്ഞ ചെറിയ പൊള്ളൽ വന്ന് അതാണ്ട് ഇവിടെയൊക്കെ ഇത്തിരി പൊള്ളൽ വന്നിട്ടുണ്ട്. 4000 രൂപയ്ക്ക് പെയിന്റ് ചെയ്യിപ്പിച്ചതാണ്, എന്നിട്ട് പോലും ക്ലിയർ ആയില്ല. ഇവിടെ കൊണ്ടിട്ടപ്പം വീണ്ടും ഇങ്ങനെ. സനൂപെ ഫസ്റ്റ് ഓണർ XX4 എടുത്തോണ്ട് വന്നിട്ടേ ഉള്ളു, സർവീസ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ZXi ആണ്, ഹൈ ക്വാളിറ്റി വണ്ടി. ഒന്ന് നോക്കിയേ, ഒരു പ്രീമിയം വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് ചെറിയൊരു വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ നല്ല മൈലേജും ഉണ്ട്. എൻ്റെ മുമ്പ് കടന്നൊരു SX4 മൈലേജ് ഇല്ലെന്ന് അദ്ദേഹം വിളിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെ ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് നല്ല മൈലേജും ഉണ്ട്. ഫസ്റ്റ് ഓണറാണ്. 1-നകത്ത് കിലോമീറ്റർ 1.15 ഫൈനൽ വില. ZXi ഹൈ ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ, നല്ല ടയർ 4 എണ്ണം. 2002 LXi വാഗണാർ, 1 വർഷം പേപ്പറുണ്ട്. വണ്ടി ബോഡി കണ്ടീഷനും എൻജിൻ കണ്ടീഷനും അകവും പുറവും ഒക്കെ നല്ല വണ്ടി. 68,000 കിലോമീറ്റർ നിധി കാണിക്കുന്നുണ്ട്. കിലോമീറ്റർ ജെന്യൂൻ ആണോ? അത് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻജിൻ കണ്ടീഷനും ബോഡി കണ്ടീഷനും വെച്ചിട്ട് ജെന്യൂൻ ആവാനാണ് സാധ്യത. നല്ല വണ്ടി. 65 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കേട്ടാ. ചെറിയ വിലയ്ക്ക് ഒന്നുമില്ലെന്ന് തോന്നുന്നു. മഷൻ്റെ അല്ലല്ല. ഇല്ല. സ്കോർപിയോ എംഹോക്ക് VLX കമ്പനി സർവീസാണ് വണ്ടി. 4 പുത്തൻ ടയർ, 10,000-9,000 രൂപ വിലയുള്ള ടയറാണ് 4 എണ്ണം കേട്ടോ. വണ്ടി ഷോറൂം സർവീസും. സാധാരണ ഈ 2008 സ്കോർപിയോ ഒക്കെ വീലിൻ്റെ അടിയിലൊക്കെ പാച്ച് വർക്ക് അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വരാറുണ്ട്. ഒന്നും വന്നിട്ടില്ല. ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന കണക്കിരിക്കുകയാണ് വണ്ടി. ഹൈ ക്വാളിറ്റിയാണ്. സനൂപ് ഇതിലുള്ള വണ്ടികളൊന്നും 3.5 രൂപ കുറച്ചൊന്നും കിട്ടത്തില്ല, അത്ര ക്വാളിറ്റിയാണ്. ബോഡി ക്വാളിറ്റി, തുരുമ്പും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഫിനിഷിങ്. അപ്പോൾ ഇത് നമ്മൾ 2.25 രൂപ ഫൈനൽ വിലയ്ക്ക് കൊടുക്കും കേട്ടോ. 1 ലക്ഷത്തിന് പുറത്ത് ഓടി. 1.24 നോക്കട്ടെ. 1.24 ഓടി. ഇതൊക്കെ 4 ലക്ഷം 5 ലക്ഷം കിലോമീറ്റർ ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന വണ്ടികളാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. VLX ആണ്. സെക്കൻഡ് ഓണർ. 1.24 കിലോമീറ്റർ ആണ്. ഈ സ്റ്റിക്കറിൽ മാത്രം ചെറിയ ഫെയ്ഡ് വന്നിട്ടുള്ളത് കൊണ്ട് വണ്ടി പുതുപുത്തൻ കണക്കിരിക്കുകയാണ്. 4 പുത്തൻ ടയറുമായിട്ട്. 2.75 വില. ഏത് വർഷമായിരുന്നു വണ്ടി? 2008 ഫെബ്രുവരി ഉണ്ട്. ഫെബ്രുവരി വരെ. പുതിയ ഇൻഷുറൻസ്, പുത്തൻ ഇൻഷുറൻസ് വരുന്നാളിന് എടുത്ത് കൊടുക്കും. സനൂപ് വണ്ടികളെല്ലാം വളരെ ശ്രദ്ധിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും പഴയ വണ്ടികൾ, വളരെ കുറഞ്ഞ വണ്ടികൾ എടുക്കാൻ വരുന്നവർക്ക് പൈസയൊക്കെ കരുതി വെച്ചിരിക്കണം. ഞാൻ പറയുന്നിടത്തോളം നിന്നൊന്നും വരത്തില്ല. എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പണികളെന്ന് പറയുമ്പോഴേ എഞ്ചിനോ ഗിയറോ അല്ല. ചിലപ്പം കട്ടറുള്ള റോഡിൽ കൂടെ ഓടുമ്പോൾ സസ്പെൻഷൻ്റെ ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ ചെറിയ സൗണ്ടുകൾ, അങ്ങനെയൊക്കെ പഴയ വണ്ടിയൊക്കെ വരാറുണ്ട്. 19 വയസ്സ് കഴിഞ്ഞ മനുഷ്യരെ പോലെയാണ് പഴയ വണ്ടികളും. അത് ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും. അപ്പോഴും ചെറിയ പൈസകളൊക്കെ കരുതി വെച്ചിരിക്കണം. നമ്മളിപ്പോൾ ആരെയും ദ്രോഹിക്കണമെന്ന് കരുതിയല്ല ഒരു വണ്ടി എടുക്കുന്നത്. അപ്പോൾ തീരെ എന്താ പറയുന്ന പൈസയൊക്കെ ഒരുപാട് കാലം കൊണ്ടൊക്കെ
കൂട്ടി വെച്ചായിരിക്കും ഈ വണ്ടി എടുക്കാൻ വരുന്നത്. അപ്പോൾ ചെറിയ പണികളൊന്നും വന്നാൽ എന്നെ ചീത്ത വിളിക്കാനോ വഴക്ക് പറയാനോ നിൽക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടി അത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ പണികൾ ഭാവിയിലൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. ഈ പൈസ എന്നാലും കരുതി വെച്ചിരിക്കണം. പേര് മാറുന്നതിന് 1500 രൂപ, പഴയ വണ്ടിയൊക്കെ 15 വർഷം ആവാത്തതിന് 1200 ആധാർ മാത്രമാണ് പേര് മാറാൻ ആവശ്യമുള്ള രേഖ. പിന്നെ ഇപ്പം കുറേ വണ്ടിയൊക്കെ CC കിട്ടുന്നുണ്ട്. അതിന് ആധാർ, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെയാണ് അത്യാവശ്യം വേണ്ടത്. സിബിൽ സ്കോർ കറക്റ്റ് ആയിരിക്കണം. ഇപ്പം പരമായിട്ട് നല്ല വണ്ടികളാണ് എടുക്കുന്നത്. പെയിൻറ്റ് നമുക്ക് ചെയ്യിച്ചാൽ വൃത്തിയാവും. പിന്നെ തുരുമ്പം പാച്ച് വർക്കും ഇല്ലാത്തതാണ് അത്യാവശ്യം എടുക്കുന്നത്. എന്നാലും നല്ല പഴക്കമുള്ള വണ്ടികളെല്ലാം ഇരുമ്പായതുകൊണ്ട് തുരുമ്പ് ഉണ്ടാവും തിരിച്ച്, അങ്ങനെ ഉണ്ടാവും. അല്ലാതെ വലിയ ഹോളൊക്കെ ഉള്ളതൊക്കെ നമുക്ക് പാച്ച് വർക്ക് ചെയ്തേ കൊടുക്കത്തുള്ളൂ നമ്മൾ, കേട്ടോ. അപ്പം വന്ന് ആരും നോക്കാനും കാണാനും ഒന്നും ഇല്ലാത്തവർ എന്നെ വിശ്വസിച്ചെടുക്കുന്നവർക്ക് പക്ക ഗ്യാരണ്ടിയിൽ കൊടുക്കും. അവർക്ക് ഫുൾ ഗ്യാരണ്ടി ആയിരിക്കും, സപ്പോർട്ടായിരിക്കും. ഇപ്പോൾ ആർക്കും വരാനില്ല, നോക്കാനില്ല, വണ്ടിയെക്കുറിച്ചൊന്നും അറിയില്ല, അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം. അവർക്ക് എൻ്റെ ഫുൾ ഗ്യാരണ്ടിയിൽ ഞാൻ കൊടുക്കും. അത് എഞ്ചിനും ഗിയറല്ല, ഫുൾ ഗ്യാരണ്ടി ആയിരിക്കും. അവരെ പറ്റിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് വരെയാണ് ഗ്യാരണ്ടി. ഒരു വണ്ടി എടുത്ത് അവർ പറ്റിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നവരെ അവർക്ക് ഗ്യാരണ്ടി കൊടുക്കും. നിശ്ചിത കാലയളവ് അല്ല, നിശ്ചിത കാലയളവ് എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുമല്ലോ ഒരു വണ്ടി എടുത്തോണ്ട് എന്നെ ഒക്കെ പറ്റിച്ചിട്ടില്ല എന്ന് തോന്നുന്നതാണ് എൻ്റെ ഗ്യാരണ്ടി. അതാണ് ഗ്യാരണ്ടി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. നല്ല വണ്ടികളാണ് വന്നിരിക്കുന്നതല്ല. SX വർഗനിലെ അടിപൊളി ക്വാളിറ്റി വണ്ടി വന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.